2015 ഒരു ചിത്രം റിലീസാകുന്നു. എന്നാൽ അന്ന് അത് തിയേറ്ററുകളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. OTT പ്ലാറ്റ്ഫോമുകൾ ഇല്ലാതിരുന്ന കാലം. പക്ഷേ TV ചാനലുകളിൽ പ്രദർശിപ്പിച്ച സിനിമയ്ക്ക് തിയേറ്ററിലെ ഗതി ആയിരുന്നില്ല. ബിഗ് സ്ക്രീനിൽ പരാജയപ്പെട്ട സിനിമയ്ക്ക് മിനി സ്ക്രീനിൽ ആരാധകരുണ്ടായി. വീണ്ടും വീണ്ടും കാണാൻ ആളുകൾ താൽപര്യപ്പെട്ടു. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തു. ചിരിപ്പൂരത്തിന് തുടക്കമിട്ടുകൊണ്ട് ആട് ഫ്രാഞ്ചൈസി അവിടെ ഉത്ഭവിച്ചു. DVD ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് തന്നെ ആ രീതിയിലും ചിത്രത്തിന് കൂടുതൽ ശ്രദ്ധ നേടാനായി. പിന്നീട് സോഷ്യൽ മീഡിയയുടെ കുതിപ്പോടെ ആടിന്റെ ഡയലോഗ്സും സീനുകളും കഥാപാത്രങ്ങളുമെല്ലാം ആ രീതിയിൽ കൂടുതൽ ഹിറ്റായി. ജയസൂര്യയുടെ ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തിന് വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഷാജി പാപ്പന് മാത്രമല്ല, അറക്കൽ അബുവിനും ഡ്യൂഡിനും സർബത്ത് ഷമീറിനും അങ്ങനെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും. ആടിന്റെ ലോകം വേറെ തന്നെ ഒരു യൂണിവേഴ്സായി. ചിരിയുടെ അമിട്ട് പൊട്ടിച്ചും പ്രേക്ഷകരെ രസിപ്പിച്ചും കഥ പറയുന്ന ഒരു വേറിട്ട യൂണിവേഴ്സ്. 2017 ആടിന് രണ്ടാം ഭാഗമെത്തി. ആദ്യ ഭാഗം തിയേറ്ററിൽ പരാജയമായ ഒരു ചിത്രത്തിന് രണ്ടാം ഭാഗം എത്തുന്നു എന്ന വാർത്ത അന്ന് എല്ലാവരെയും ഞെട്ടിച്ചു. പക്ഷേ ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പോപ്പുലാരിറ്റി രണ്ടാം ഭാഗത്തിന്റെ ശക്തമായ ഒരു കാരണമായിരുന്നു. ആ ചിത്രം എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടാം ഭാഗം എന്ന തീരുമാനം ശരിയായിരുന്നു എന്ന് കാട്ടിത്തന്ന വിജയമായിരുന്നു ആട് 2 ലഭിച്ചത്. വീണ്ടും സിനിമയും സിനിമയിലുപരി കഥാപാത്രങ്ങളും ആഘോഷിക്കപ്പെട്ടു. ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തിനായി ആരാധകർ പിന്നീട് ആവശ്യമുന്നയിച്ചു തുടങ്ങി. അത് യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി അണിയറക്കാരും. എന്നാൽ 8 വർഷത്തിന് മേലെയെടുത്തു അത് സംഭവിക്കാൻ. കഴിഞ്ഞ 2 ഭാഗങ്ങളെയും പോലെ തന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ആട് 3 അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്താൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ പുഴയ്ക്ക് കുറുകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കുക. പാലിയിൽ കയറി നിന്ന് അമ്പെയ്ത് കൊല്ലാം. മാർച്ച് 19 സിനിമ ആഗോളതലത്തിൽ തിയേറ്റർ റിലീസ് ചെയ്യും. ട്രെയിലർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എത്തിയിരുന്നു. വൻ സ്വീകാര്യതയാണ് ആട് 3യുടെ ട്രെയിലറിന് ലഭിച്ചതും. പഴയ ലുക്കിൽ എല്ലാ പ്രധാന താരങ്ങളും എത്തുമ്പോൾ പക്ഷേ ഇത്തവണ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ചില ദുരൂഹതകൾ പുറകിലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ട്രെയിലർ. അതിനനുയോജ്യമായ രംഗങ്ങളാണ് ട്രെയിലറിലുടനീളം കാണാൻ കഴിയുന്നത്. മൂന്നാം ഭാഗത്തിലെത്തിയപ്പോൾ കഥാപാത്രങ്ങളെല്ലാം ടൈം ട്രാവൽ ചെയ്ത പോലെ പഴയ കാലത്തെ രാജാക്കന്മാരും യോദ്ധാക്കളുമൊക്കെയായി. വാളും കുതിരയും ആനയുമൊക്കെയായി അവർ അരങ്ങു തകർക്കുന്നു. ഇതെല്ലാം തികഞ്ഞ ഫാന്റസി ജോണറിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതും. പഴയ വൈബിനൊത്തും ഷാജി പാപ്പനെയും പിള്ളാരെയും ഡ്യൂഡിനെയും സർബത്ത് ഷമീറിനെയും ശശി ആശാനെയുമൊക്കെ ട്രെയിലറിൽ കാണാം. ബാക്കി ഇനിയെല്ലാം സസ്പെൻസ് ആണ്. ഒരാഴ്ച കൂടി കാത്തിരിക്കണം ശരിക്കുള്ള സംഭവ ബഹുലമായ കഥ എന്താണെന്ന് നമുക്കറിയാൻ. ഇത് മൂന്നാം ഭാഗത്തിന്റെ പാർട്ട് 1 ആകുന്നേയുള്ളൂ. ഇനിയും ആട് 3യുടെ പാർട്ട് 2 അണിയറയിൽ ഒളിച്ചിരിപ്പുണ്ട്.